സംസ്ഥാനത്ത് വീണ്ടും നിപ്പ റിപ്പോർട്ട് ചെയ്തിട്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രഖ്യാപിച്ച വൈറോളജി ലാബിന്റെ നിർമ്മാണം അനിശ്ചിതത്വത്തിലാണ്. നിപ്പ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത 2017 കോഴിക്കോട്ട് ലാബ് ആരംഭിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചത്. എന്നാൽ 8 വർഷങ്ങൾക്കിപ്പുറവും ലാബ് ഇപ്പോഴും നിർമ്മാണ ഘട്ടത്തിൽ തന്നെയാണ്. വേഗത്തിൽ രോഗനിർണയം സാധ്യമാക്കുന്നതിനോടൊപ്പം വേഗത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആധുനിക സജ്ജീകരണങ്ങളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വൈറോളജി ലെവൽ 3 ലാബ് പ്രഖ്യാപിച്ചത്. 2019 ICMR അനുവദിച്ച 5.5 കോടി ഉപയോഗിച്ച് നിർമ്മാണം ആരംഭിച്ചെങ്കിലും 2 തവണ പ്രവൃത്തി മുടങ്ങി. പിന്നീട് 2021 എസ്റ്റിമേറ്റ് തുക 11 കോടിയായി ഉയർത്തി വീണ്ടും പുനരാരംഭിച്ചെങ്കിലും ലാബിന്റെ നിർമ്മാണം ഇന്നും പാതി വഴിയിലാണ്. ഇപ്പോൾ ലെവൽ 2 ലാബാണ്. ലെവൽ 3 ലാബിൻ്റെ സൗകര്യങ്ങൾ ലഭിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് പൂനെ വൈറോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇവിടെ നിന്ന് പരിശോധനയ്ക്കായിട്ട് സ്രവം അയച്ചു കൊടുക്കുന്നത്. അതിൻ്റെ റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ്. ഈ കാലതാമസം ഒഴിവാക്കുന്നതിന് വേണ്ടി എത്രയും പെട്ടെന്ന് വൈറോളജി ലാബ് ലെവൽ 3 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത്. കരാറുകാരും കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പും തമ്മിലുള്ള പ്രശ്നമാണ് ലാബിന്റെ പ്രവർത്തനം വൈകുന്നതിന്റെ പ്രധാന കാരണമായി ആരോഗ്യവകുപ്പ് പറയുന്നത്. നിലവിൽ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മുഖേന ലാബിലേക്ക് വിതരണം ചെയ്ത വില കൂടിയ പല ഉപകരണങ്ങൾ എത്തിച്ചിട്ട് മാസങ്ങളായി. മെഡിക്കൽ കോളേജിലെ വൈറോളജി ലാബിൽ നിലവിൽ പ്രാഥമിക പരിശോധന നടത്തുന്നുണ്ട്. തുടർന്ന് അന്തിമ പരിശോധനയ്ക്കായി പൂനെ വൈറോളജി ലാബിലേക്ക് അയക്കും. എന്നാൽ കോഴിക്കോട്ടെ വൈറോളജി ലാബ് യാഥാർത്ഥ്യമാകുന്നതോടെ വേഗത്തിലുള്ള പരിശോധനാ ഫലം രോഗപ്രതിരോധത്തിനടക്കം സഹായമാകും. ന്യൂസ് മലയാളം, കോഴിക്കോട്.